ഇത് നമ്മുടെ വാസുചേട്ടൻ. ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാ. ആരുമില്ല. ഇവന് ഇതൊക്കെ പതിവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാക്കി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം. നിന്റെ മോൻ പറഞ്ഞ നീ കേട്ടോ? അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അയാളുടെ വാല് 12 കാലം കുഴലിട്ടാലും അത് വളഞ്ഞിട്ടിരിക്കും അല്ലേ നാടുകൂട്ട? നായയുടെ സമ്മതമില്ലാതെ അതിന്റെ വാലെടുത്ത് കുഴലിടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? മുകുന്ദൻ എന്ന താരം ഒരൊറ്റ സിനിമയിലൂടെ കടന്നു വരുന്നത് ഇരിക്കുന്ന ആ കസേരയിലേക്ക് തന്നെയാണ്. ഉണ്ണി മുകുന്ദന്റെ വരവ് ശരീരഭാഷയിൽ പ്രതികാരം ചെയ്യാൻ മസിൽ പവർ കൊണ്ട് അവൻ ഇതുവരെ കളിച്ചത്. പവിത്രന്റെ കളി വേറെയാ. വയലന്റ് ആകും. ആ സിറ്റുവേഷൻ നല്ല ഭംഗിയായി എക്സ്പ്ലോർ ചെയ്താൽ പിന്നീടുള്ള കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ മാത്രമാകും. ആരോ കയറി കളിക്കുന്നുണ്ട്, ഒരു ഒതുക്ക് നടക്കുന്നുണ്ട്. അവനിന്ന് തിയേറ്ററുകളിൽ നിധിയുടെ പൊടിപൂരം തീർക്കുകയാണ് മാർക്കോയിലൂടെ. ചേച്ചിയുടെ ആഗ്രഹത്തിനൊത്ത് സൂപ്രധാന പദവിയിലേക്ക് കുതിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായർ എന്ന ഉണ്ണി മുകുന്ദൻ. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവനെവിടം വരെ പോകും നോക്കാം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം പാർട്ടികളെ. ഞാൻ വല്ലവന്റെയും മൂട് താങ്ങിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വല്ലവനെയും കളിയാക്കിയിട്ട് കൊണ്ട് തന്നെയാണ് ഈ സ്വരാജ് വെഞ്ഞാറമൂടും അതുപോലെ ജാഫർ ഇടുക്കിയും ഒക്കെ സിനിമയിൽ നിൽക്കുന്നത്. നീ അവനെ കൊണ്ടുപോയത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. കുരുട്ടുബുദ്ധിയുടെ പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കെട്ടുമാതിരി ഒരുമിച്ചല്ല കളിച്ചു പറയുന്നത്. നാളെ വലിയ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല. എനിക്ക് ഫിലിം ഫെയർ അവാർഡ് വാങ്ങാൻ പോണമായിരുന്നു. അതിനൊന്ന് അനുവദിക്കണം. കണ്ടില്ലേ, ഞാനാണ് ഈ വർഷത്തെ ബെസ്റ്റ് മ്യൂസിക് പിന്നെ. ഈവന്റെ ട്യൂബിന്റെ കാറ്റ് ഞാൻ കഴിക്കും. എന്നെ ജോന്റെ കവറിന്റെ മേടി എഴുതിയും വെക്കണം. അതിന്റെ സേവനങ്ങൾക്ക് പെരിച്ച് നന്ദി നായിന്റെ മോൻ. എനിക്ക് 2 വടയിൽ പോയി പറ്റുമാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി